ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ റിനോവേഷൻ പ്രോജക്റ്റിൻ്റെ വീക്ക് 3 ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ റൂമിൽ വാൾപേപ്പർ ഫുൾ റിമൂവ് ചെയ്തു, ഇവിടുത്തെ കബോർഡ്സ് എല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ അതെല്ലാം നിങ്ങൾ വീക്ക് 2 കണ്ടു കാണും. ഇപ്പം വാൾപേപ്പർ ഈ സീലിങ്ങിലെല്ലാം റിമൂവ് ചെയ്താലും കുറേ അതിൻ്റെ പശകളും എല്ലാം ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം ഒന്നും കൂടെ സ്ക്രേപ്പ് ചെയ്ത് കളയണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് ഫെയറി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് റബ്ബ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു റേഡിയേറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ റേഡിയേറ്റർ റിമൂവ് ചെയ്യുന്നത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിനകത്തിട്ടാൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പം നമുക്ക് ജസ്റ്റ് ഈ വെള്ളം ഈ വോളിലെല്ലാം ഇട്ടിട്ട് ഫുൾ ഒന്ന് പെർഫെക്റ്റായിട്ട് ഇതെല്ലാം എടുത്ത് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ ഈ വോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു രണ്ട് പെയിൻറ്റിങ് കാണാം. അതായത് മേളിലൊരു മഞ്ഞ പെയിൻറ്റും താഴെ ഒരു പച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നടുക്കൊരു ബ്ലാക്ക് വരയിട്ട് സെപ്പറേഷൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തിരുവല്ലയിലെ ആശുപത്രികളിൽ കണ്ടേക്കുന്ന ആ ഡിസൈനാണ് ഓർമ്മ വന്നത്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു യു കെയിലും ആ സമയത്തും അല്ല അതിന് മുമ്പേ ഇതേ ഡിസൈനായിരുന്നു. കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ്. പിന്നെ ഈ വോൾ കണ്ടാൽ നമുക്ക് ഓർക്കും കുറച്ച് പേപ്പേഴ്സേ ഉള്ളെന്ന് വിചാരിക്കും. പക്ഷേ ആ പേപ്പറിൻ്റെ ഇടയിലെല്ലാം നല്ല പശയുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യ സമയം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എടുത്ത് ഈ 3 വോളും എല്ലാം ഈ പശയും ചെറിയ പേപ്പേഴ്സ് എല്ലാം ഇളക്കാൻ. അത് പോട്ടെന്ന് വെക്കാം. പക്ഷേ നമ്മുടെ ഈ സീലിങ്ങിൽ എനിക്ക് ഒത്തിരി സമയമെടുത്തു. ഈ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു 4 ലെയർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഫസ്റ്റ് ലെയർ ഞാൻ ഓൾറെഡി ഇളക്കി കളഞ്ഞു. ഇത് 2 പിന്നെ ഒരു 3 ലെയറോളം ഏകദേശം ഉണ്ട്. കാരണം ഈ 2 ലെയറിൻ്റെ അടിയിൽ ഒരു ചെറിയ വുഡിൻ്റെ എന്തോ പീസസും കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ തന്നെ പശയും വേറെ ഉണ്ട്. അപ്പം ഇത് നിങ്ങളിപ്പം കാണുന്നതിനകത്ത് ആ സീലിങ്ങിൻ്റെ പശയൊന്നും ഞാൻ അതേം ക്ലിയറായിട്ട് ഇളകുന്നില്ല. ഫസ്റ്റ് ടൈം ഇളക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ വൈറ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പണ്ട് ഇവർ വൈറ്റ് പെയിൻറ്റിൻ്റെ മുകളിലാണ് ഈ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഇത് 100% സീലിംഗ് വൃത്തിയായിട്ടില്ല. നമ്മുടെ വാൾസ് എല്ലാം 100% വൃത്തിയായെങ്കിൽ പോലും ഈ സീലിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പം ഇപ്പം കാണുന്നത് ജസ്റ്റ് ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് ആണ് ആ സീലിംഗ് കാണുന്നത്. എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഓർത്തു ഇതൊരു 2-3 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിയുമെന്ന് വിചാരിച്ചാൽ. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പം ഇതൊരു 1.5 പണിയാണ്. ഒരു 1.5 ദിവസം എടുത്തു ഈ സീലിംഗ് മൊത്തം. അതായത് ആ വീക്കിൻ്റെ പകുതി കൂടുതൽ സമയവും ഞാൻ ഈ സീലിംഗ് എൻ്റെ വാൾപേപ്പർ ഇളക്കുമായിരുന്നു. അപ്പം ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട്. നമ്മുടെ വാൾസിൽ ഇളക്കുന്ന പോലെയല്ല സീലിങ്ങിലെ ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാൾപേപ്പർ ഇളക്കാൻ നല്ല പാടായിരുന്നു. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കാർപ്പറ്റ് ആദ്യമേ റിമൂവ് ചെയ്തില്ല. കാരണം ഈ നനഞ്ഞ വാൾപേപ്പർ എല്ലാം കൂടെ സീലിങ്ങിൽ നിന്നും വോളിൽ നിന്നും എല്ലാം കൂടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം മാറ്റിയില്ലെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് അത് ഒട്ടിപ്പിടിക്കും. പിന്നെ ഇരട്ടിപ്പണിയാണ്. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റാഞ്ഞത്. നമ്മൾ ഈ റൂമിൻ്റെ ഈ സ്കേർട്ടിംഗ് ബോർഡ് ഇളക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും കൂടെ ഇത് ഇളക്കണമെന്ന് ചോദിച്ചാൽ അത്ര നിർബന്ധമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ സ്കേർട്ടിംഗ് ബോർഡും കൂടെ ഏതായാലും ഇളക്കിയേക്കാം. കാരണം ഇതിൻ്റെ കുറേ പൊടിയൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രധാനമായി ഈ 2 ചുറ്റികയും ഈ പ്രൈ ബാറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം എളുപ്പമാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഈ വർക്കിനകത്തോട്ട് കയറ്റി വെച്ചേക്കുക. വേറെ വഴിയില്ല. ഫ്രണ്ട്സ്, നമ്മളത് ഊരിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് എഫർട്ട് എടുക്കേണ്ട പണിയാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ ഇതിൻ്റെ ഇവിടെ ഒന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെ മുതലാണ്, അങ്ങനെയാണ് മിക്ക UK വീട്ടിലും അങ്ങനെയാണ്. ഈ സ്കേർട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോട്ടാണ് പ്ലാസ്റ്ററിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് കണ്ടിട്ട് അത്ര ഈ ഒരു മെത്തേഡ് ഇഷ്ടമല്ല.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ നമ്മുടെ പാർട്ടിഷൻ ബോർഡിൻ്റെ മേളിലൊരു പ്ലാസ്റ്റർ ബോർഡ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ അകത്തോട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി എനിക്ക് വന്നു, അതുകൊണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഇത് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഈ സ്കർട്ടിംഗ് ബോർഡ് പുതിയത് മേടിക്കണോ അതോ പഴയ മറ്റേ സൈഡിൽ നിന്ന് എടുത്ത് ഇവിടെ വെക്കണമെന്ന് നോക്കാം. കാരണം ഇതൊരു ടെമ്പററി ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്കിനിയും ബാക്കി 2 സൈഡും കൂടെ ഇളക്കാം. അപ്പം നമ്മൾ ഈ സെക്കൻഡ് സ്കർട്ടിംഗ് ബോർഡ് എടുത്തപ്പം മിക്ക ഇതും എളുപ്പമെന്ന് വന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് 90 ഡിഗ്രി ഇങ്ങനെ നേരെയാണ് ആണി അടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ അങ്ങനെയാണ്. ഇത് ഞാൻ വളച്ചതാണ്. പക്ഷേ ഈ 2 ആണി ഇവർ നേരെ താഴോട്ട് നമ്മുടെ ഫ്ലോറിങ്ങിലോട്ട് അടിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് 2 ഇളക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, ഈ 2 ആണി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇത് ഈ സ്കർട്ടിംഗ് ബോർഡിങ് പോരുമായിരുന്നു. അപ്പം ഇത് ഒന്ന് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഇങ്ങനെ താഴോട്ട് ആണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പഴയ വീടുകളിൽ. ഇപ്പോഴത്തെ എല്ലാം പശയിട്ട് ഒട്ടിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ വേറെ എളുപ്പത്തിന് ഇളക്കാൻ പറ്റി. ഈ 2 ആണിയുടെ പ്രശ്നമുള്ളായിരുന്നു. അപ്പം നമ്മൾ 3ാമത്തെ സ്കർട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഏറ്റവും എളുപ്പം ഇളക്കാൻ. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോറിലോട്ട് ഈ സ്കർട്ടിംഗ് ബോർഡിൽ നിന്ന് നേരെ ഫ്ലോറിലോട്ട് അടിച്ചു വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഇളക്കാൻ എളുപ്പമായിരുന്നു. നമ്മൾ ഈ റൂമിൻ്റെ ഫുൾ വാൾപേപ്പർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വാൾപേപ്പർ റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഇതാണ്. ഈ സ്ക്രൈപ്പർ മതി. പിന്നെ നല്ല ഒരു വാട്ടർ സ്പ്രെയർ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്. അപ്പോൾ അത് 2 മതി. അതും പിന്നെ കുറച്ച് നനഞ്ഞ സോപ്പ് വാട്ടർ വേണമെങ്കിൽ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം ഈ വീടിന് ഇതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. കുറച്ച് എഫേർട്ട് ഇടണമെങ്കിലും നമ്മൾ അധികം കുലുക്കോ ഒന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ ഇത് മതി. ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. പ്ലസ് ബാക്കിയുള്ള ടൂൾസും കൂടെ ഞാൻ കാണിക്കാം. ഈ ഒരു നൈഫ്, ഈ സ്റ്റാൻഡേർഡ് നൈഫ് നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. പിന്നെ ഒരു 2 ചുറ്റിക മേടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ നമ്മുടെ സ്ക്രൂ ഡ്രൈവേഴ്സും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെവി ഒരു പ്രൈ ബാറാണ്. ഇതൊരു 24 ഇഞ്ചിൻ്റെ മേടിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ സ്കർട്ടിംഗ് ബോർഡൊക്കെ ഇളക്കാൻ പറ്റിയത്. അത് ഇച്ചിരി പാടാണെങ്കിലും ഇതുണ്ടായിട്ട് തന്നെ സ്കർട്ടിംഗ് ബോർഡ് ഇളക്കാൻ പാടായിരുന്നു. അന്നത്തെ കാലത്ത് ഇവരാണി അടിച്ച് കയറ്റി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല പാടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാട്ടറോ ഇലക്ട്രിസിറ്റിയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വാട്ടറിൻ്റെ സ്റ്റോപ്പ് ടാപ്പ് നമ്മൾ ഓഫ് ചെയ്യാൻ ഓർക്കണം. കാരണം എന്തെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ടാപ്പ് എവിടെയാണെന്ന് അറിയാതെ, നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോപ്പ് ടാപ്പ് അറിയാതെ എന്തെങ്കിലും ചെയ്ത് വാട്ടർ ലീക്ക് വന്നാൽ ഇരട്ടിപ്പണിയാണ്. അത് നിങ്ങൾ ഓർക്കുക. അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇലക്ട്രിസിറ്റി, ഈ വീഡിയോ കണ്ട് ഞാൻ ഹോൾഡർ മാറ്റുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളാരും അതുപോലെ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്യില്ല. ഞാൻ കറണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പറ്റാത്തതായ റൂൾസ് മാനുവലുണ്ട്. UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇലക്ട്രിക്കൽ മാനുവലുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ടേ ചെയ്യാവൂ. കാരണം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇലക്ട്രീഷ്യനെ വിളിക്കണമെങ്കിൽ നമ്മളിപ്പം ചെയ്തതിൻ്റെ ഇരട്ടി പൈസ വേണം. അപ്പം അത് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ വളരെ സൂക്ഷിച്ച് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഹോൾഡേഴ്സൊക്കെ ഇളക്കിയതേ ഉള്ളൂ. ഇത് ഞാൻ സെപ്പറേറ്റായിട്ട് പറയുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാം ഓവറോൾ നമ്മൾ ഈ വീക്ക് 3 ഞാൻ ഇത് വെച്ച് കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.